പോകുന്നത് കയാക്കിംഗ് കാണാൻ പള്ളിപ്പടി പുല്ലാമ്പാറ. മലയോര ഹൈവേ കക്കാടംപൊയിൽ കോടഞ്ചേരി റീജിയനിൽ കൂടെയാണ് ഞങ്ങളുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു കോൾ വരുന്നുണ്ട്, അതിനാൽ തൽക്കാലം കട്ട് ചെയ്യുന്നു, അത് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. കക്കാടംപൊയിൽ കോടഞ്ചേരി റീജിയൻ മലയോര ഹൈവേയിലൂടെയാണ് ഞങ്ങളുടെ യാത്ര ഏലന്ത് കടവിലേക്ക്. അതേതോ വണ്ടി ചെറുപ്പഞ്ഞു പോയതാണ്. പഴയ പാലത്തിന് താഴെ മുള്ളുപാറയിലാണ് കയാക്കിങ്ങിൻ്റെ പ്രാക്ടീസ് നടക്കുന്നത്. ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊന്നാങ്കയം ടു പുല്ലാമ്പാറ. ഈ പാലം കടന്നാൽ പുല്ലാമ്പാറയിലെത്തും. ഇതാണ് മുളങ്കടവ് പാലം. ഹൈവേക്ക് അനുസരിച്ച് പാലങ്ങൾ ഡെവലപ്പ് ആയിട്ടില്ല. പാലങ്ങൾ പഴയ പാലങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് സ്ലോ ചെയ്ത് പോവുക. സാധ്യത കാണുന്നുണ്ട്. മിക്കവാറും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഈ അടിപൊളി മഴയായിരിക്കും. KSRTC ബസ് കുറേ വരുന്നുണ്ട്. ആ ബോർഡിൻ്റെ അവിടെ ചെല്ലുമ്പോഴേ ബോർഡൊന്ന് നമുക്ക് പിടിച്ച് അതുകൂടി ഈ വീഡിയോയിൽ പെടുത്തി പോകണം. അവിടെ ഒരു ബോർഡ് തെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അത് അവിടെ ഒരു ബോർഡ് മലയോര ഹൈവേയിൽ വെച്ചിട്ടുണ്ട്. അത് തികച്ചും തെറ്റാണ്. കോടഞ്ചേരി ആനക്കാമ്പൊയിൽ ആ ബോർഡ് കാണിക്കുന്നുണ്ട്. കോടഞ്ചേരി ആനക്കാമ്പൊയിൽ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്കാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അത് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. തൊട്ടടുത്ത് തന്നെ പുല്ലുരാമ്പാറ എത്തിയതായിട്ട് കാണിക്കുന്ന ബോർഡ് കാണാം. ആ ബോർഡ് പ്രകാരം ആ റോഡിൽ കൂടെയാണ് ആനക്കാമ്പൊയിലും കോടഞ്ചേരി. പക്ഷേ നമുക്ക് പോകേണ്ടത് ലെഫ്റ്റിലേക്കാണ്. പുല്ലുരാമ്പാറ അങ്ങാടി ഹൈവേ റോഡ് പിടിച്ചേക്കും നേരെ പോവാ. ആർത്തി ബാബുവാണ് ആ ബോർഡ്. ആർത്തി അവനെ കണ്ടോ? സൈഡിലുള്ള ആൾക്കാർ. അപ്പോൾ കുരിശുപള്ളിയുടെ അവിടുന്ന് വീണ്ടും നമ്മൾ റൈറ്റിലേക്ക് പോകും. മലയോര ഹൈവേ പോകുന്നത് പുല്ലാമ്പാറയിൽ നിന്ന് റൈറ്റിലേക്കാണ്. പുല്ലാമ്പാറ അങ്ങാടി പൊതുവെ വിജനമാണെന്ന് ഞായറാഴ്ച ആയതിനാൽ. ഇത്തവണത്തെ നമ്മുടെ യാത്ര ലെഫ്റ്റ് സൈഡിലേക്ക് കോടഞ്ചേരി ഡയറക്ഷൻ പിടിച്ച് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോയതുപോലെ പാലം കയറാതെയല്ല പോകുന്നത്. ഇന്ന് നമുക്ക് പാലത്തിൻ്റെ അക്കരെ പോകണം. അപ്പോൾ പാലം ഇലന്തകടവ് പാലത്തിലേക്ക് നമ്മൾ എത്തി. ഇതാണ് പാലം. ആ കാണുന്ന പുഴയിലാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടുന്ന് പാലം പുഴ പിടിച്ചു. ഇതാണ് ഇരവഞ്ഞിപ്പുഴ. ഇരവഞ്ഞിപ്പുഴയിൽ ഇവിടെയാണ് കയാക്കിങ്ങിൻ്റെ പ്രാക്ടീസ് നടക്കാറുള്ളത്. താഴേക്ക് കാണിച്ചു. അത് പോരാ കയാക്കിങ്ങിൻ്റെ കയാക്കിങ് പഠിക്കാൻ ഇപ്പം ഇംഗ്ലീഷുകാരേ ഉള്ളൂ മൊത്തം. ഇവിടെ ഒരു ഇടിഞ്ഞ
പാലവും പഴയ മുള്ളുപാറ പാലവും നിന്നിരുന്ന സ്ഥലത്താണ് ഇതാ പുതിയ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. ഒരു താഴെ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. അപ്പോഴാണ് കാണിച്ച് നമ്മൾ വന്ന പാലം അതാണ് കാണുന്നു. ചുറ്റോട്ട് മലനിരകൾ, വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. കട്ടി ഹലോ ഗൈസ്, നമ്മൾ ഇവിടെ സ്ഥലം എത്തിയിട്ടുണ്ട്. അവിടെയാണ് കയാക്കിംഗ് നടക്കുന്നത്. അപ്പം കയാക്കിംഗ് കാണാൻ നമുക്ക് പോവാം. പറഞ്ഞു നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ചേച്ചിമാരൊക്കെ കയാക്കിങ്ങിൻ്റെ അത് കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളെല്ലാം കയാക്കിങ്ങിൻ്റെ ട്രെയിനിങ് ഉള്ള സ്ഥലത്ത് എത്തിയിരിക്കുന്നുണ്ട്. അവിടെ കുറേ ബോട്ടുണ്ട്. ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഉറക്കപ്പറ നമുക്ക് അവിടെ ഇങ്ങോട്ട് വന്ന പോലത്തെ ഷാപ്പാട് കഴിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. കോഴിക്കോട് ലാസ്റ്റ് ചാൻസ് ആണ്. ഈ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ചാൻസ് കിട്ടൂല. വാ, ഓക്കെ, വൺ മോർ ടൈം. अभी आप मुझे सोचो कि आप ആ പോര്. बॉडी आगे मत लेके जाओ. എൻ്റെ പേര് റയ. ഞാൻ കൊച്ചിയിൽ നിന്ന് വന്നേക്കുവാണ്. മലബാർ ഫെസ്റ്റിന് വേണ്ടി ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ വന്നേക്കുവാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഗുഡ് വേവ്സിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ രാവിലെ തൊട്ട് വൈകിട്ട്. എത്ര വർഷമായി ഇതിനകത്ത് പങ്കെടുക്കുന്നു? ഇതും കൂടി ഈ വർഷം കൂടി പങ്കെടുക്കുവാണെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം. കൊച്ചിയിൽ എവിടെ സ്കൂളാണ് പഠിക്കുന്നത്? കൊച്ചിയിൽ സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ തമർച്ചാൽ. ഏതാ? സെന്റ് മേരീസ് തമർച്ചാൽ. തവർച്ചാൽ. അവിടെ നീ എങ്ങനെയാ കായലില്ല പ്രാക്ടീസ് ചെയ്യാറ്? ആ, പുഴയില്ല. ഞങ്ങളിവിടെ പുല്ലാമ്പാറ. ദേവിടെ ഒറ്റ റൗണ്ട് കൂടെ വേണമെന്ന് പറഞ്ഞാൽ ഒറ്റ റൗണ്ട് കൂടെ ഇവിടെ ചോദിച്ച് വാങ്ങിയിരിക്കുകയാണ്. ഇതുവരെ നനേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല.
ഡേവിഡിന് മതിയോന്ന് ചോദിക്കുമ്പോൾ മതിയാവുന്നില്ല. ഒരു റൗണ്ടോട് പോകണമെന്ന് ഡേവിഡിന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങൾ മതിയാക്കാണ്. ഞങ്ങളിന്ന് കയാക്കിംഗ് പരിശീലനം കാണുന്നതിനായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ രണ്ടാമത്തെ വീഡിയോ എടുക്കുന്നതിനുമായിട്ട് വന്നതായിരുന്നു. ഞങ്ങൾ ഏകദേശം വീഡിയോ എടുത്തു. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങളങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മഴ പെയ്തതിനാണ് ഈ കോട്ട് ധരിച്ചിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഇരുവഞ്ചിപ്പുഴയിലാണ്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പ്രാക്ടീസ് നടക്കുന്നത് പുലിക്കയം, അതായത് തുഷാരഗിരിയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ആ പുഴ ചാലിപ്പുഴ, അവിടെയാണ്. 2 ഘട്ടമായിട്ടാണ് ഈ മത്സരങ്ങൾ നടക്കുക. ഈ മാസം അവസാനം എനിക്ക് തോന്നുന്നത് 26, 27 ആ ഒരു ദിവസങ്ങളിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനായിട്ട് ഇറങ്ങിയതായിരുന്നു. ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.